നമസ്കാരം. ഇൻഫോ ന്യൂസിന്റെ ഉച്ചവാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അകലാട് ബദർ പള്ളിക്ക് സമീപം ദേശീയപാതയിൽ പാലം പണി നടക്കുന്നിടത്ത് വലിയ സ്ലാബ് വീണു. തലനാരിഴയ്ക്കാണ് അപകടം ഒഴിവായത്. ടാർവീപ്പയിൽ കുടുങ്ങിയ നായ്ക്കുട്ടിക്ക് രക്ഷകരായി ഇരിങ്ങാലക്കുട അഗ്നിരക്ഷാസേന. പെരുമ്പിലിശ്ശേരിയിൽ ബൈക്കും കാറും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികന് പരിക്കേറ്റു. തൃശൂരിൽ ലുലു മാൾ വരാൻ വൈകുന്നതിന് കാരണം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഇടപെടൽ മൂലമാണെന്ന് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം.എ. യൂസഫ് അലി. അത്തം വിളിപ്പുറത്ത് നിൽക്കുമ്പോൾ പൂവിപണിയിൽ ഇനി തിരക്കേറുന്നു. നാട്ടിൽ ചെണ്ടുമല്ലി കൃഷിയിൽ വിജയം നേടിയ ഒരു വനിതാ കർഷക. പൊലിമ പുതുക്കാട് 7ാം ഘട്ടം വിളവെടുപ്പ് ഉദ്ഘാടനം കെ രാമചന്ദ്രൻ എം.എൽ.എ. നിർവഹിച്ചു. വിശദമായ വാർത്തയിലേക്ക്. അകലാട് ബദർ പള്ളിക്ക് സമീപം ദേശീയപാതയിൽ പാലം പണി നടക്കുന്നിടത്ത് വലിയ സ്ലാബ് വീണു. തലനാരിഴയ്ക്കാണ് അപകടം ഒഴിവായത്. ഞായറാഴ്ച രാവിലെയാണ് സംഭവം. അപ്രോച്ച് റോഡിന്റെ വശത്തെ സ്ലാബ് പണി നടക്കുന്നതിനിടയിൽ സർവീസ് റോഡിലേക്ക് വീഴുകയായിരുന്നു. നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന സർവീസ് റോഡാണിത്. ബൈക്ക് കടന്നുപോയ ഉടനെയാണ് സ്ലാബ് വീണത്. ബൈക്ക് യാത്രികൻ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. പിന്നീട് സ്ലാബ് മാറ്റിയതിനു ശേഷമാണ് വാഹനങ്ങൾ കടത്തിവിട്ടത്. വേണ്ടത്ര സുരക്ഷയില്ലാതെയാണ് ദേശീയപാതയിലെ പണികൾ നടക്കുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു. നേരത്തെ ഇടക്കടിയൂരിൽ സമാന രീതിയിൽ സ്ലാബ് വീണിരുന്നു. ടാർവീപ്പയിൽ കുടുങ്ങിയ നായക്കുട്ടിക്ക് രക്ഷകരായി ഇരിങ്ങാലക്കുട അഗ്നിരക്ഷാസേന. ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റിയിലെ പൊറുത്തിശ്ശേരി ചക്കാലക്കൽ ബെന്നി എന്നയാളുടെ പറമ്പിൽ സൂക്ഷിച്ചിരുന്ന തുറന്നുകിടന്ന ടാർവീപ്പയിൽപ്പെട്ട നായക്കുട്ടിക്ക് രക്ഷകരായി ഇരിങ്ങാലക്കുട അഗ്നിരക്ഷാസേന. ഉദ്ദേശം 3 മാസം പ്രായമുള്ള നായ്ക്കുട്ടി അബദ്ധവശാൽ തുറന്നുകിടന്ന ടാർവീപ്പയ്ക്കുള്ളിൽ 2 ദിവസമായി അകപ്പെട്ട് കിടക്കുകയായിരുന്നു. നായ്ക്കുട്ടിയുടെ കരച്ചിൽ കേട്ട് ബെന്നി ചെന്ന് നോക്കിയപ്പോൾ അതിൽ അകപ്പെട്ട നായ്ക്കുട്ടിയെ കാണുകയും ഫയർഫോഴ്സിനെ വിവരമറിയിക്കുകയും ചെയ്തു. തുടർന്ന് ഗ്രേഡ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ കെ.സി. സജീവന്റെ നേതൃത്വത്തിൽ ടി. പ്രദീപ്, സതീഷ് ടി.ബി, രാജിത്, മഹേഷ് പി.ആർ, സജിത് എന്നിവർ സ്ഥലത്തെത്തി നായ്ക്കുട്ടിയെ ടാറിൽ നിന്നും വേർപെടുത്തി ഡീസൽ ഉപയോഗിച്ച് കഴുകി മുറിവേറ്റ ഭാഗത്ത് മരുന്ന് പുരട്ടി രക്ഷപ്പെടുത്തുകയായിരുന്നു. പെരുമ്പിലിശ്ശേരിയിൽ ബൈക്കും കാറും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികന് പരിക്കേറ്റു. ബൈക്ക് യാത്രികനായ സുനിലിനാണ് പരിക്കേറ്റത്. ഞായറാഴ്ച ഉച്ചയോടെ പെരുമ്പിലിശ്ശേരി സെന്ററിന് സമീപമായിരുന്നു അപകടം. പെരുമ്പിലിശ്ശേരി സെന്ററിൽ നിന്ന് തൃശൂർ ഭാഗത്തേക്ക് പോകുന്നതിനിടെ സുനിൽ സഞ്ചരിച്ച ബൈക്കിന് നിയന്ത്രണം നഷ്ടപ്പെടുകയായിരുന്നു. ഇതോടെ ബൈക്ക് റോഡിന്റെ വലതുവശത്തേക്ക് അമിത വേഗത്തിൽ ഓടിക്കയറുകയും എതിരെ വന്ന കാറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. തൃശൂരിൽ നിന്ന് ഇരിങ്ങാലക്കുടയിലേക്ക് പോവുകയായിരുന്നു കാർ യാത്രികർ. പരിക്കേറ്റ ബൈക്ക് യാത്രികനെ ചേർപ്പ് ആക്സ് പ്രവർത്തകർ ഉടൻ തന്നെ തൃശൂർ ജില്ലാ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ ബൈക്കും കാറും ഭാഗികമായി തകർന്നു. തൃശൂരിൽ ലുലു മാൾ വരാൻ വൈകുന്നതിന് കാരണം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഇടപെടൽ മൂലമാണെന്ന് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം.എ. യൂസഫ് അലി. ചിയാരത്ത് തൃശൂർ മാനേജ്മെന്റ് അസോസിയേഷൻ ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 2.5 വർഷം മുൻപ് പ്രവർത്തനം ആരംഭിക്കേണ്ട മാളിന്റെ തുടർ പ്രവർത്തനവുമായി മുന്നോട്ടു പോകാൻ കഴിയാത്തത് ഒരു രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആൾ അനാവശ്യമായ കേസുമായി മുന്നോട്ടു പോകുന്നതിനാലാണ്. 3000 പേർക്ക് ജോലി ലഭിക്കേണ്ട വലിയ പ്രൊജക്ടാണ് തൃശൂരിലെ ലുലു ഷോപ്പിംഗ് മാളിലൂടെ മുന്നോട്ട് വച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. മാൾ നിർമ്മിക്കാൻ സ്ഥലം ഏറ്റെടുത്ത് പ്രവർത്തനം തുടങ്ങിയ ഘട്ടത്തിലാണ് ലുലുവിനെതിരെ കേസെടുത്തത്. ഇപ്പോഴും ആ കേസ് ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. 2.5 വർഷമായി ആ കേസ് മുന്നോട്ടു പോവുകയാണ്. ഈ രാജ്യത്ത് ബിസിനസ് സംരംഭം മുന്നോട്ടു പോകണമെങ്കിൽ പലതരത്തിലുള്ള പ്രതിസന്ധികളെ അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന് എം.എ. യൂസഫ് അലി പറഞ്ഞു. എന്നാൽ ജില്ലയിലെ ഒരു CPI നേതാവാണ് ഇതിന് പിന്നിലെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ.
അത്തം വിളിപ്പുറത്ത് നിൽക്കുമ്പോൾ പൂവിപണിയിൽ ഇനി തിരക്കേറുന്നു. മറുനാടൻ പൂക്കളുടെ കുത്തൊഴുക്കിലും നാട്ടിൽ ചെണ്ടുമല്ലി കൃഷിയിൽ വിജയം നേടിയ ഒരു വനിതാ കർഷകയെ പരിചയപ്പെടാം. കഴിമ്പ്രം പാട്ടുകുളങ്ങര നരിക്കുഴി പറമ്പിൽ അബ്ദുൾ സലീമിന്റെ മകൾ സുമയ്യയാണ് ചെണ്ടുമല്ലി കൃഷിയിൽ നൂറുമേനി സ്വന്തമാക്കിയത്. കാർത്യായനി ക്ഷേത്രത്തിന് സമീപമുള്ള സ്ഥലത്താണ് സുമയ്യയുടെ പൂക്കൃഷി. വലപ്പാട് കൃഷിഭവനിൽ നിന്നും ലഭിച്ച 500ഓളം ഹൈബ്രിഡ് തൈകളാണ് കൃഷിക്ക് ഉപയോഗിച്ചത്. മഞ്ഞ, ഓറഞ്ച് നിറങ്ങളിലുള്ള പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന കൃഷിയിടം സന്ദർശകർക്ക് കൗതുക കാഴ്ചയൊരുക്കുന്നു. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി കാർഷിക മേഖലയിൽ സജീവമാണ് സുമയ്യ. വലപ്പാട് ഗ്രാമപഞ്ചായത്തിലെ ഈ വർഷത്തെ മികച്ച കർഷകയായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ഓണവിപണിയെ ലക്ഷ്യമാക്കി ചെയ്ത പൂക്കൃഷിയുടെ വിളവെടുപ്പ് ഏറ്റവും വേഗം നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് സുമയ്യ. പൊലിമ പുതുക്കാട് 7ാം ഘട്ടം വിളവെടുപ്പ് ഉദ്ഘാടനം കെ രാമചന്ദ്രൻ MLA നിർവഹിച്ചു. നെന്മണിക്കര ഗ്രാമപഞ്ചായത്തിൽ ചിറ്റിശ്ശേരിയിൽ സംഘടിപ്പിച്ച പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TS ബൈജു അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജലക്ഷ്മി റനീഷ്, കലൂർ സർവീസ് സെന്റർ ബാങ്ക് പ്രസിഡന്റ് ഷൈജു, കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ, ഗ്രാമപഞ്ചായത്ത് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില 10 രൂപ കുറഞ്ഞു. ഗ്രാമിന് 9305 രൂപ, പവന് 74,440 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അകലാട് ബദർ പള്ളിക്ക് സമീപം ദേശീയപാതയിൽ പാലം പണി നടക്കുന്നിടത്ത് വലിയ സ്ലാബ് വീണു. തലനാരിടയ്ക്കാണ് അപകടം ഒഴിവായത്. ടാർവീപ്പയിൽ കുടുങ്ങിയ നായ്ക്കുട്ടിക്ക് രക്ഷകരായി ഇരിങ്ങാലക്കുട അഗ്നിരക്ഷാസേന. പെരുമ്പിലിശ്ശേരിയിൽ ബൈക്കും കാറും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികന് പരിക്കേറ്റു. തൃശൂരിൽ ലുലു മാൾ വരാൻ വൈകുന്നതിന് കാരണം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഇടപെടൽ മൂലമാണെന്ന് ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി. അത്തം വിളിപ്പുറത്ത് നിൽക്കുമ്പോൾ പൂവിപണിയിൽ ഇനി തിരക്കേറുന്നു. നാട്ടിൽ ചെണ്ടുമല്ലി കൃഷിയിൽ വിജയം നേടിയ ഒരു വനിതാ കർഷക. പൊലിമ പുതുക്കാട് 7ാം ഘട്ടം വിളവെടുപ്പ് ഉദ്ഘാടനം കെ രാമചന്ദ്രൻ MLA നിർവഹിച്ചു. ഇതോടെ ഇന്നത്തെ ഉച്ചവാർത്തകൾ പൂർണ്ണമാകുന്നു. ഈ വാർത്തയുടെ പുനർസംപ്രേക്ഷണം വൈകിട്ട് 3-നും 4:30-നും 6:30-നും ഉണ്ടായിരിക്കും. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.